ഇതുപോലെ എന്നെ കുറിച്ച് സോഫി പറയുന്നൊരു കംപ്ലൈന്റ്, കല്യാണത്തിന് മുമ്പ് ഞങ്ങള് ഇഷ്ടത്തിലായിരുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് ആർക്കും അറിവില്ലായിരുന്നു. കുറച്ചു കാലമേ ഉള്ളൂ, ഒരുപാട് സമയമൊന്നും പറ്റില്ല. ലോ പഠിക്കുമ്പോഴായിരുന്നു? അല്ലല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ലോ കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് കല്യാണമായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്ത് പറയും, ഓരോ ഫുഡിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എനിക്കത് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും എന്ത് കൊടുത്താലും കഴിച്ചോളുന്ന ഒരു പാവമാണെന്നാണ് വിചാരിച്ചത്. എനിക്ക് ടേസ്റ്റ് പ്രശ്നമല്ല, ഉപ്പ് പ്രശ്നമല്ല, പുളി പ്രശ്നമല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പ്രേമിച്ചുകൊണ്ട് നടന്ന സമയത്ത്. സോഫി എന്ത് പറയുന്നു? അതൊക്കെ പറഞ്ഞത് വെറുതെ ആണോ എന്ന് തോന്നുന്നില്ല. പറയുന്നത് വെച്ചാൽ അല്ല, വേറൊന്നുമില്ല, ഞാൻ എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വളരെ അപൂർവ സാധനങ്ങളെ ഇല്ല, വളരെ അപൂർവ സാധനങ്ങളെ ഒഴിവാക്കുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ ശബ്ദത്തിനെ ബാധിക്കുമെന്ന് തോന്നുന്ന അതുപോലുള്ള ചെറിയ ചില സാധനങ്ങൾ മാത്രമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ. അധികം എരിവ്, അധികം പുളി, അങ്ങനെയുള്ളതൊക്കെ. ബാക്കി എല്ലാ ഫുഡും ഞാൻ കഴിക്കും. പക്ഷേ അപ്പോൾ തെറ്റിദ്ധരിച്ച് വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടേസ്റ്റ് ഇല്ലാത്തത് കഴിക്കും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കിയാലും അതിനകത്ത് അത് ഇത്തിരി കുറഞ്ഞു അങ്ങനെ പറയുമെന്ന് ഞാൻ എന്നാ പറയുന്നത്. കണ്ടോ, ഇപ്പൊ പിന്നെ പറയാലോ, പണ്ടൊന്ന് പിടങ്ങി പോയാൽ എന്നാ എടുക്കും. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ധൈര്യമുണ്ട് അല്ലേ? ഇത് എപ്പോഴാ കണ്ടുമുട്ടുന്നത് നിങ്ങൾ തമ്മില്? ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വളരെ യാദൃശ്യമായിട്ടാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വിളിച്ചു. സോഫി കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറ്. ഞാൻ വിചാരിച്ചു കോളേജിൽ നിന്ന് കണ്ടുമുട്ടില്ല. ഇല്ല, അങ്ങനെ കോളേജ് പഠിച്ചത് കലാമണ്ഡലത്തിലും, ഞാൻ പഠിച്ചത് വേറെ സ്ഥലം. കണ്ടുമുട്ടായ മാത്രമല്ല ആ സമയത്തും ക്ലാസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഒരു വിധത്തിലും മറ്റേ സിനിമാറ്റിക് ഡാൻസുകാരൊക്കെയാണ് പിന്നെ നമ്മളോട് ഷോസിനൊക്കെ ഇടയ്ക്ക് കണ്ടുമുട്ടും. അങ്ങനെയും കണ്ടുമുട്ടിയിട്ടില്ല. യാദൃശ്യമായിട്ട് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വർഷത്തോളം നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ഒരു ചിന്ത വന്നത്. ഫ്രണ്ട്സ് ഒരിക്കലും അങ്ങനെ ഒരാണും പെണ്ണും ഒരിക്കലും എപ്പോഴും ഫ്രണ്ട്സ് ആവാനിരിക്കാൻ വലിയ പാടാണ് ബാച്ചിലേഴ്സിന്. വലിയ പാടാ, അതാ ശരിയാ. ഇനി കൂടുതൽ വിശേഷം ഞാൻ എന്താ പറയാ, എന്റെ സ്പെഷ്യൽ അപ്പവും എന്റെ ഫിഷ് മോളിയും തന്നിട്ട് നമുക്ക് വർത്താനം പറയാം കേട്ടോ. എന്നാ സ്പൈസി ഫുഡാണോ സുദീപിന് ഇഷ്ടം? ഇല്ല, സ്പൈസി തീരെ ഇഷ്ടമില്ല. സോഫിക്കോ എന്നാ ഇഷ്ടം? എനിക്ക് സ്പൈസി ഫുഡാണോ അല്ലാത്ത തന്നെ ഇഷ്ടം. സ്പൈസി ആയിരുന്നു, ഇപ്പൊ മാറിയത്. നമ്മളെ വീട്ടിൽ പൊതുവെ ഇപ്പം എല്ലാ സ്പൈസസ് എല്ലാം കുറച്ച്. അത് ഈ പറഞ്ഞ കൂട്ട് തന്നെ പാടാൻ പറ്റാത്തോണ്ടാണോ? അതല്ല, എനിക്ക് വല്ലതും കുറച്ച് അങ്ങനെ കഴിച്ചാൽ അസിഡിറ്റി പ്രോബ്ലം തോന്നുന്നു. പ്രോഗ്രാമിനൊക്കെ മുമ്പൊക്കെ, പ്രത്യേകിച്ച് പ്രോഗ്രാമിനൊക്കെ മുമ്പ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്, ഇങ്ങനെ എന്തോ ഒരു ആസിഡിറ്റി ഫോം ചെയ്യുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ പാട്ടുകാർ ഐസ്ക്രീം തിന്നത്തില്ല, ഡെസേർട്ട് തിന്നത്തില്ല എന്നൊക്കെയാ പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സ്പൈസി ഫുഡൊന്നും തിന്നാൻ ഒക്കെയല്ല. അതല്ല, ഐസ്ക്രീം ഒന്നും കഴിക്കരുതെന്ന് പറയുന്നത് ഓരോ ആളുകളുടെ ശാരീരികാവസ്ഥ. അല്ല, ഐസ്ക്രീം കഴിച്ചാലൊന്നും പാടാൻ ഒക്കത്തില്ല എന്നൊക്കെ പറയുന്നത് പാട്ടുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. കാര്യം തൊണ്ട കൊണ്ട് മാത്രമല്ലല്ലോ പാടുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഐസ്ക്രീം എന്റെ പ്രേക്ഷകർ അറിയേണ്ട ഒരു സത്യം ഇത് കേട്ടോ, തൊണ്ട കൊണ്ട് മാത്രമല്ല പാടുന്നത്, അതുകൊണ്ട് ഐസ്ക്രീം തിന്നുന്നത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഐസ്ക്രീം കഴിക്കരുതെന്ന് പറയുന്നതിന് റീസൺ ഉണ്ട്. പാട്ട് ഇപ്പം ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്കൊരു തൊണ്ടവേദനയായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താ? തണുത്ത് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ജലദോഷം വന്നാലും ആദ്യം പറയുന്നത് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും ത്രോട്ടിന്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം പാടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ, അല്ലെങ്കിൽ ഈ തണുത്ത സാധനങ്ങളൊക്കെ ഐസ്ക്രീമിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ തൊണ്ടക്കുഴലിരിക്കുമ്പോഴേ അത് ചിലപ്പോൾ ഇരുന്നിട്ട് ചിലപ്പോൾ പെയിൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കഴിക്കുന്നത്. പ്രോഗ്രാംസ് ഉള്ള സമയത്ത് മാത്രം കഴിക്കരുതെന്നേ ഉള്ളൂ. ഞാൻ പൊതുവെ കഴിക്കാറില്ല. പക്ഷെ കഴിക്കുന്നവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വളരെ നന്നായിട്ട് പാടുന്ന പല പാട്ടുകാരും 10 ഐസ്ക്രീം വരെ കഴിക്കുന്നവരുണ്ട് പ്രോഗ്രാമിന് മുമ്പ്. അതാ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ എടുത്ത് ചോദിച്ചത്. അവർക്ക് അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് അതുപോലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള പാട്ടുകാരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സോഫിക്ക് ഡാൻസ് ഒക്കെ കുഞ്ഞുനാളിലെ തുടങ്ങിയതാണോ? ചെറുപ്പത്തിലേ തുടങ്ങി. കല ഭയങ്കര ഇഷ്ടമായിട്ടാ? ഡാൻസ് ഇഷ്ടമായിരുന്നു. രണ്ടും 2 സ്പൂണാണ്. ഗ്രേവിക്കൊരു അതാണ്. അതെന്നറിയാവോ, മീൻ ഞാൻ പൊടിയാതെ ഒക്കെ എടുക്കണ്ടേ. ഫിഷ് മോളിയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മള് ഫിഷ് മോളി എടുക്കും, അതിന്റെ മീൻ പൊടിഞ്ഞ അതിന്റെ എന്നാ പറയുന്നത്, അതിന്റെ ഇതെല്ലാം അങ്ങ് പോവും, പൂർണ്ണത നഷ്ടപ്പെടും അല്ലേ. ഞാൻ തരുമ്പോ നല്ലതായിട്ട് തരണ്ടേ. കഴിച്ചു നോക്കൂ. നോക്കാം. ഏതൊരു കവിതയിൽ പറയുന്ന പോലെ പൂവ് പോലെ ഒരു ഓമന കൗതുകം എന്ന് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. എന്ന് പറഞ്ഞ പോലെ പൂവ് പോലെ ഒരു ഓമന കൗതുകമാണ് ഈ അപ്പം. ശരിയാ, നമ്മൾ ശരിക്കും എപ്പോഴും വീട്ടിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചല്ലേ അപ്പം എടുക്കണേ. അന്നേരം ഇതിനാകുമ്പോ അപ്പം തന്നെയാ സാധനം, പക്ഷെ ഒരു ഡിഫറൻസ് വരുമ്പോ ഒരു
സൂപ്പർ, നന്നായിട്ടുണ്ട്. താങ്ക് യു. സോഫിയ കണ്ട പോലെ തന്നെ നന്നായിട്ടുണ്ട്. കാണാനും ഭംഗിയുണ്ടായിരുന്നു, ചട്ടിയിലൊന്നും പൊടിയാതെ. അതാ പൊടിയാതെ എടുത്തില്ലെങ്കിലല്ലേ ഈ പറഞ്ഞ കൂട്ട് അതിന്റെ ആ ഭംഗിയും പോവും, നമ്മുടെ ആ പ്രസന്റേഷനും ഒക്കെ അങ്ങ് പോകും.